ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോ. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാഞ്ഞിട്ടാണ് അല്ലേ? എന്താല്ല എത്ര മനോഹരമായിട്ടാണ് മമ്മൂട്ടി എന്ന ഇതിഹാസ നടൻ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഹൃദയം കീഴടക്കി സംസ്കരിക്കാൻ ശ്രമിച്ചത്. വിനായകൻ എന്ന വ്യക്തിയെ നമ്മൾക്കറിയാം, ഒന്നിന്റെ മുന്നിലും തലകുനിക്കാതെ വളരെ കാർക്കശക്കാരനായ, ഒന്നിന് 10 മറുപടി പറയുന്ന ഒരു പ്രകൃതമാണ്. ആ വ്യക്തിയാണ് മമ്മൂട്ടിയുടെ തൊട്ടടുത്ത് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഭവ്യതയോടെ, ആദരവോടെ, ബഹുമാനത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു വിനായകനെയാണ് കണ്ടത്. എങ്ങനെ ഇത് സംഭവിച്ചു? മമ്മൂക്കയുടെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയുമുള്ള ചേർത്തുപിടിക്കലാണ്. ചേർത്തുപിടിക്കൽ കൊണ്ട് ജനഹൃദയങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ നമുക്ക് കൈപ്പിടിയൊതുക്കാം. ഞാനിതുവരെ വിനായകൻ എന്ന വ്യക്തിയുടെ ഇന്റർവ്യൂയിലോ സംസാരത്തിലോ എന്റെ തെറ്റാണ് എന്ന് പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ന്യായീകരിക്കുക എന്നല്ലാതെ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ചില്ലേ, ഷൂട്ട് കഴിഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ശരിക്കും എനിക്ക് ക്രൗഡ് കാണുക അത്ര ഇഷ്ടമാണ്. നിങ്ങൾ കാണുമ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. അതാണ് ശരിക്കും എൻ്റെ പ്രശ്നമാണ്. പക്ഷെ അത് ഞാനായിട്ട് പിന്നീട് അത് പുറത്തിറങ്ങുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അല്ലാതെ ഞാൻ നാട്ടുകാരെ വിട്ടിട്ട് ഓടുന്നതല്ല. എൻ്റെ ഒരു ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഒരു കഴിവുകേടാണ്. അതിനങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ആരോടും ദേഷ്യമില്ല. ഇത് സംഭവിക്കുന്നതിന്റെ ഒരു പങ്ക് ഒരു പക്ഷേ മമ്മൂക്കയുടെ ആ ചേർത്തുപിടിക്കലിന്റെ കാരണമായിരിക്കാം. അധ്യാപകർ വിദ്യാർത്ഥികളോടായാലും, നേതാവ് അണികളോടായാലും, മുതലാളി തൊഴിലാളിയോടായാലും, ഭർത്താവ് ഭാര്യയോടായാലും, മാതാപിതാക്കൾ മക്കളോടായാലും ഒരു നെഗറ്റീവ് കണ്ടാൽ അവരെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അവരെ ചേർത്ത് പിടിച്ചിട്ട് ഉപദേശിച്ചു നോക്കൂ. ഒരുപക്ഷെ അവരുടെ മനസ്സിന് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, ഈ ലോകത്തെ മനോഹരമാക്കുക.